നമസ്കാരം. മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ വിജയഭേരി വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി നടത്തുന്ന പെട്ടോക്ക് അറ്റ് ക്ലാസ് റൂമിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് മോട്ടിവേഷണൽ സ്പീക്കറല്ല, ഒരു ജീവിക്കുന്ന മോട്ടിവേഷൻ തന്നെയാണ്. കൂടുതൽ പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്ത ഒരാൾ ഇന്ന് നമ്മളോടൊപ്പം ഉണ്ട്. നിങ്ങൾക്ക് നിറഞ്ഞ മോട്ടിവേഷനുമായി ജുമാന. ഹലോ, നമസ്കാരം. കുറച്ച് ദിവസമായി മലയാളികൾക്കെല്ലാവർക്കും അഭിമാനമായിക്കൊണ്ട്, മലപ്പുറത്തിൻ്റെ പ്രത്യേക അഭിമാനമായിക്കൊണ്ട് നമ്മുടെ പ്രിയങ്കരിയായ ജുമാന സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുകയാണ്. ആകാശം നിറഞ്ഞു നിൽക്കുകയാണ് എന്ന് പറയുന്നതായിരിക്കും ഏറെ ശരി. ആഗ്രഹങ്ങൾക്കൊപ്പം നിൽക്കുക, ആകാശത്തോളം ഉയർന്ന് പറക്കുക, ഇഷ്ടങ്ങൾ കയ്യെത്തിപ്പിടിക്കുക എന്നൊക്കെ എൻ്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട കുട്ടികളോട് എല്ലായ്പ്പോഴും പറയാറുണ്ട്. എന്നാൽ ആകാശത്തോളം പറന്ന് ആകാശത്തെ പോലും കീഴടക്കിക്കൊണ്ട് സ്വപ്നങ്ങൾ ഒന്നൊന്നായി കയ്യെത്തിപ്പിടിക്കുന്ന നമ്മുടെ പ്രിയങ്കരിയായ ജുമാന ഇന്ന് സംസാരിക്കുന്നത് നമ്മളോടാണ്, നിങ്ങളോടാണ്. +2 ശേഷം എന്തു ചെയ്യണം, ജീവിതത്തിൽ എന്താവണം, ഞാൻ ആരാവണം, എന്തു പഠിക്കണം എന്നൊക്കെ സംശയിച്ചു നിൽക്കുന്ന നിങ്ങൾക്ക് ജുമാനയുടെ മറുപടി മതിയാകും നിങ്ങളുടെ ജീവിതം വഴിമാറാനായിട്ട്. നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട ജുമാനയോട് ആദ്യമായി എനിക്ക് ചോദിക്കാനുള്ളത്, പ്രിയപ്പെട്ട ജുമാന, ഇന്ന് +1, +2 അതുപോലെ 9ാം ക്ലാസ് മുതൽ അങ്ങോട്ടുള്ള എല്ലാ കുട്ടികളും പ്രത്യേകിച്ച് ഒരു ലക്ഷ്യമില്ല എന്നാണ്, എന്താണ് ജീവിതത്തിലെ ലക്ഷ്യം എന്ന് ചോദിക്കുമ്പോൾ പറയാറ്. അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ, അങ്ങനെ പഠിച്ചു പോട്ടെ, മാർക്ക് കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാം എന്നാണ് ഭൂരിഭാഗം കുട്ടികളും പറയാറ്. അത്തരക്കാരോട് പ്രിയപ്പെട്ട ജുമാനയ്ക്ക് എന്താണ് പറയാനുള്ളത്? ഞാൻ 10th പഠിക്കുമ്പോഴൊക്കെ 10th വരെ എനിക്ക് വല്ലാതെ ആഗ്രഹങ്ങളൊന്നും ഇല്ലായിരുന്നു. ടീച്ചർ ആവണമെന്നുണ്ടായിരുന്നു, പക്ഷെ എന്നാലും അത്രത്തോളം വലിയൊരു ആഗ്രഹം ഇല്ലായിരുന്നു. അപ്പം ഞാൻ കൺഫ്യൂസ്ഡ് ആയിരുന്നു, ഏത് ജോലി 10th +2 കഴിഞ്ഞിട്ട് ഏതെടുക്കണം, ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. പക്ഷേ 10th എനിക്ക് പൈലറ്റ് ആവണം എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് എൻ്റെ മൈൻഡിലോട്ട് വന്നു. പ്രത്യേകിച്ചും ടീച്ചേഴ്സ് പറയാറുണ്ട് 10th ടേണിംഗ് പോയിന്റ് ആണ്, നമ്മൾ ഡിസിഷൻ മേക്ക് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണെന്നൊക്കെ പറയാറുണ്ട്. അപ്പം ഞാനിങ്ങനെ കുറേ ചിന്തിച്ചു, ഞാൻ എന്താവണം, ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. അപ്പോഴാണ് എനിക്ക് ആ സമയത്തൊക്കെ കുറേ നമ്മൾ വീഡിയോസൊക്കെ കണ്ടിട്ടാണല്ലോ ഇന്നൊരു ജോബ് ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്. അപ്പം ആ ഒരു സമയത്താണ് എനിക്ക് പൈലറ്റിൻ്റെ റീൽസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടത്. അപ്പോൾ ഞാനും ആലോചിച്ചു, എനിക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ജോബ്സ് ഒന്നും എനിക്ക് തീരെ ഇഷ്ടമല്ല. അപ്പം പിന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലി ചെയ്യാന്നുള്ളത് ഇത് എല്ലാവരുടെയും മൈൻഡ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ എനിക്ക് അങ്ങനെ സ്ഥിരമായിട്ട് എല്ലാ ദിവസവും ജോലി ചെയ്യാൻ വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയപ്പം പൈലറ്റ് എന്തുകൊണ്ട് ചൂസ് ചെയ്തുകൂടാ, പിന്നെ നേച്ചുറൽ ബ്യൂട്ടി കണ്ടിട്ടാണ് നമ്മൾ ആ വർക്ക് ചെയ്യുന്നത്. അപ്പം അത് നമുക്കൊരു ബേർഡനായിട്ട് ഫീൽ ചെയ്യൂല എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഈ ഒരു പൈലറ്റ് എന്നുള്ള ഒരു ആംബിഷൻ എനിക്ക് വന്നത്.